ഹണി ട്രാപ്പിൽപ്പെടുത്തി വീട്ടിൽ വിളിച്ചു വരുത്തി രതിവൈകൃതം ചെയ്യുന്ന ദമ്പതികളെ ആറന്മുള പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന അതിക്രൂരമായ രതിവൈകൃതമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഹണി ട്രാപ്പിൽപ്പെടുത്തി 2 ചെറുപ്പക്കാരെ അവർ വീഴ്ത്തിയിരുന്നു. ഈ 2 ചെറുപ്പക്കാരും ഈ ഭർത്താവായ ജിയേഷിന് ഒപ്പം ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്നവരാണ്. ജിയേഷ്, രശ്മി എന്നീ 2 പേരെയാണ് ആറന്മുള പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിയേഷ് നേരത്തെ ബാംഗ്ലൂർ ജോലി ചെയ്ത സമയത്ത് അവിടെ റാന്നിക്കാരൻ 29 വയസ്സുള്ള ഒരാളും ആലപ്പുഴക്കാരൻ 19-20 വയസ്സുള്ള ഒരു പയ്യനും അവരൊന്നിച്ച് ജോലി ചെയ്തിരുന്നു. അതിനുശേഷം മടങ്ങി വന്നു. ഇപ്പോൾ ഇവര് താമസിക്കുന്ന വീട്ടിലേക്ക് ഇതിലെ ഒരാളെ, റാന്നിക്കാരനെ 5-ാം തീയതിയും ആലപ്പുഴക്കാരനെ 19-20 വയസ്സുകാരനെ 1-ാം തീയതിയും വിളിച്ചു വരുത്തി. ഓണത്തിന് തൊട്ട് മുമ്പാണ് ഈ 2 പേരെയും വിളിച്ചു വരുത്തിയത്. ഇതൊരു ഹണി ട്രാപ്പാണ്. പക്ഷെ രതിവൈകൃതം അതിക്രൂരമായ രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഇവർ താമസിക്കുന്ന വീട് അത് വളരെ രസകരമാണ്. അത് ആ റോഡ്, ചെറിയ ഇടവഴി വരുന്ന റോഡിൽ നിന്ന് 10 അടി താഴ്ചയുള്ള 2 മുറിയുള്ള ഒരു മുറി, 2 മുറിയുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. 2 മുറിയേ ഉള്ളൂ. വാതിലുകൾ മുൻവശത്തോട്ട് തുറക്കുന്നു, പിൻവശത്തോട്ട് തുറക്കുന്നു ഉണ്ടെങ്കിലും അതിന് കൊളുത്തോ കുറ്റിയോ ഒന്നുമില്ല. എപ്പോഴും തുറന്ന് തന്നെ കിടക്കും. ആൾക്കാർക്ക് എപ്പം വേണേലും പ്രവേശിച്ചകത്ത് വരാനുള്ള സൗകര്യത്തിന് വാതിൽ മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു സൈക്കിക് കേസായിട്ട് തന്നെ കണക്കാക്കണം പോലീസ്. ഈ സംഭവം കഴിഞ്ഞ 1-ാം തീയതിയാണ് തുടക്കത്തിലെ സംഭവം. അത് ബാംഗ്ലൂർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന പറഞ്ഞ ആലപ്പുഴക്കാരനെ അയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി. അയാളെ വീട്ടിൽ വന്നു, ഒരു ഹണി ട്രാപ്പ് പോലെ തന്നെ. അങ്ങനെ വിളിച്ചു വരുത്തിയ ആള് വീട്ടിൽ വന്ന ശേഷം അയാളെ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് പീഡിപ്പിക്കുകയാണ്. അതിക്രൂരമായ രീതിയിൽ അയാളെ മർദ്ദിച്ചു. അയാളുടെ പല ഭാഗത്തും മർദ്ദനമേറ്റു. അയാളെ കഴുത്തിലെ വെട്ടുകത്തി വെച്ചു, പീഡിപ്പിച്ചു, മർദ്ദിച്ചു. ചില പ്ലെയർ കൊണ്ടൊക്കെ വിരലിലും കാലിൻ്റെ നഖത്തിലുമൊക്കെ പ്രസ് ചെയ്ത് വേദനപ്പെടുത്തി. അയാളെ വിവശനാക്കി കട്ടിലിൽ കിടത്തി. ഭാര്യയും ഭർത്താവും കൂടെയാണ് ചെയ്യുന്നത്. അതിലെ വീഡിയോ എടുത്തു. ആലപ്പുഴക്കാരൻ്റെ കൈവശം 20,000 രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും പണമായിട്ട് അയാൾ എന്തിനു വന്നു? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഒരു ഹണി ട്രാപ്പാണിത്. അങ്ങനെ അവർ വിളിച്ചു വരുത്തി. ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. ആ 29കാരനും 19 വയസ്സുകാരനും വീട്ടിലോട്ട് പോരൂ, ഞാനും ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ, ഹണി ട്രാപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. ഭർത്താവ് ഭാര്യയെ ഇവരുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 2 പേരും ഒരു സൈക്കോപ്പത്ത് തന്നെയാണ്. രശ്മി എന്ന സ്ത്രീ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ അയൽവക്കംകാർ പറയുന്നെങ്കിലും അയൽവക്കത്തുള്ളവരുമായിട്ട് യാതൊരു ബന്ധവും സഹവാസമില്ല. ഇവർക്ക് 2 കുട്ടികളുണ്ട്. അത് രശ്മിക്ക് 25 വയസ്സും ഇയാൾക്ക് 30 വയസ്സുമേ ഉള്ളൂ. അടുത്തുള്ള വീട്ടുകാരുമായിട്ട് യാതൊരു സഹകരണവുമില്ല. ഇവരുടെ വീട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരുന്ന വഴി ചെറിയൊരു ഇടവഴിയാണ്. അപ്പുറത്തിപ്പുറത്തൊക്കെ വീടുണ്ട്. ആരെങ്കിലും വന്നാൽ കാണും. പക്ഷേ ഇവര് വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു 5 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. ആ റബ്ബർ തോട്ടത്തിനകത്തൂടെ നടന്ന് റോഡിൽ കയറാം. അവിടെ ഈ റബ്ബർ തോട്ടം മുറിച്ചു കിടന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പരുത്തിമുക്ക് കള്ളിപ്പാറ റോഡിൽ കയറാം. അവിടുന്ന് ഓട്ടോയിൽ കയറി പോകാം, അല്ലെ 2 വീലറിൽ കയറി പോകാം. ഇവര് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി 3 അടി വീതിയേ ഉള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ഇവര് നാട്ടില് ഇവർക്ക് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇവർക്കൊരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോയില്ല. നേരത്തെ
ബാംഗ്ലൂർ അയാൾ ജോലി ചെയ്യുമ്പോഴും ഇവരൊരു ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്തായാലും പിന്നീട് ക്രമേണ അവരെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പലരെയും ഇതുപോലെ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് പണം കവരുകയും ചെയ്തതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴീ റാന്നിക്കാരൻ്റെയും അതുപോലെ തന്നെ ആലപ്പുഴക്കാരൻ്റെയും ഒരാളെ 1-ാം തീയതിയും ഒരാളെ 5-ാം തീയതിയും വിളിച്ചു വരുത്തി ക്രൂരമായ പീഡനം, ലൈംഗിക പീഡനം തന്നെ നടത്തുകയാണ്. ഒരാളുടെ ജനനേന്ദ്രിയത്തിലെ സ്റ്റേപ്ലർ വെച്ച് 21 പ്രാവശ്യം അടിച്ച് വേദനപ്പെടുത്തി എന്ന് പറയുന്നു. മറ്റേയാൾക്കും അതേ രീതിയിൽ തന്നെയാണ് ഈ അനുഭവം ഉണ്ടായത്. ആലപ്പുഴക്കാരനെ അവരുടെ വീട്ടിലെ ഈ രതിവൈകൃതങ്ങളെല്ലാം കാണിച്ച ശേഷം അവിടെ ഒരു കയറി കെട്ടി തൂക്കിയിട്ടു. അയാളെ ക്രൂരമായി മർദ്ദിച്ചു, ചവിട്ടി, പ്ലെയർ കൊണ്ട് അയാളുടെ കാലിൻ്റെ വിരലിലും കൈവിരലിലൊക്കെ ഞെക്കി വേദനപ്പെടുത്തി. വേദനപ്പെടുത്തുന്ന അവർക്ക് രണ്ടുപേർക്കും ഒരു സുഖമാണ്. വേദന കൊണ്ട് പൊളയുന്ന ആൾക്കാർ വാവിട്ട് നിലയിക്കുമ്പം ആ നിലവിളി വെളിയിൽ കേൾക്കാതിരിക്കാൻ അവർ ശ്രമിക്കും. അത് ഷൂട്ട് ചെയ്യും. ഇവരുടെ കയ്യിൽ വില കൂടിയ മൊബൈൽ ഫോണുകളുണ്ട്. 1-2 ക്യാമറകൾ അതിനകത്തുള്ളതാണ്. ആ 2 മൊബൈൽ ഫോണും ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ട്. അതിനകത്ത് ഷൂട്ട് ചെയ്ത് കളയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടൊരു അവസരത്തിൽ ഭീഷണിപ്പെടുത്താനും ഇത് കാണിച്ചിട്ട് ഇത് പോലീസിൽ പരാതിപ്പെടാതിരിക്കാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഈ പീഡനങ്ങളും ഇതെല്ലാം അയാളുടെ ഭാര്യയായിട്ട് ഒന്നിച്ച് കിടക്കുന്ന രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ ഒരു സംഭവം നടന്ന ശേഷം 1-ാം തീയതി ആലപ്പുഴയിൽ നിന്ന് വന്നയാളെ അത് നേരെ ഈ റബ്ബർ തോട്ടം ക്രോസ് ചെയ്ത് കയറ്റി വിട്ടു. അയാൾ ആലപ്പുഴയിൽ നിന്ന് വന്നപ്പം അയാളെ 2 വീലറിൽ റാന്നിയുടെ പരിസരത്ത് നിന്ന് കയറ്റി വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. റാന്നിക്കാരനെ ഈ വീട്ടിൽ വിളിച്ചു വരുത്തി ഇതേ രീതിയിലുള്ള പീഡനം നടത്തിയ ശേഷം അയാളിൽ നിന്നും പണം പിടിച്ചു പറിച്ചതായിട്ടാണ് വരുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകത 10 അടി താഴ്ചയുള്ള പ്രദേശത്താണ് വീടിരിക്കുന്നത്. ആസ്പെറ്റോസ് ഇട്ട 2 മുറിയുള്ള വീട്. പക്ഷേ അതിനകത്ത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗത്ത് കിടക്കുമ്പം ആ മുൻവശത്തെ വാതിലിൻ്റെ മുകളിൽ ഒരു CCTV ദൃശ്യം വെച്ചിട്ടുണ്ട്. വീട്ടിലെ കിടക്കയിൽ കിടന്നാലും രാത്രിയും പകലും അതിൽ നോക്കി ആൾക്കാർ വരുന്നത് കാണാൻ സാധിക്കും. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പണം ഉണ്ടാക്കാൻ തന്നെ. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇവരുടെ ഈ രീതിയിലുള്ള പ്രവൃത്തികളെല്ലാം അതൊരു രതിവൈകൃതത്തിൻ്റെ ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇത് ഇവർ രണ്ടുപേരും സൈക്കോപ്പതാണ് എന്ന് പറയേണ്ടി വരും. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ രണ്ടുപേർക്കും ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. രണ്ടുപേരും സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ആൻറ്റി സോഷ്യൽ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ആ വീടിനകത്ത് വന്നുപെട്ടവരെ കഴുത്തിലും നെഞ്ചിലുമൊക്കെ ചവിട്ടുകയും മർദ്ദം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവർക്ക് അതിലൊരു രസം കൊള്ളുകയാണ്. വേദന കൊണ്ട് പൊളയുന്നത് ഇവർ ആനന്ദിക്കുക, അത് കണ്ട് ആനന്ദിക്കുകയാണ്. ഈ രീതിയിലുള്ള പ്രവൃത്തികളാണ് ഹണി ട്രാപ്പിൽപ്പെടുത്തിയവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ റാന്നി സ്വദേശി അയാൾക്ക് 29 വയസ്സുണ്ട്. ആലപ്പുഴ സ്വദേശിക്ക് 19 വയസ്സുണ്ട്. ഇവരെ വിളിച്ചു വരുത്തുന്നത് ഇതുപോലുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ ലൈംഗിക വൃത്തിക്ക് വേണ്ടി തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ബോധമുള്ളത് കൊണ്ടാണ് അവരതിന് വഴിപ്പെടുന്നതും ചെറുപ്പക്കാരാണ് വരുന്നതും. പക്ഷേ ഇവിടെ വന്ന് പെട്ട് കഴിയുമ്പം രതിവൈകൃതങ്ങളും വേദനപ്പെടുത്തലുകളും ഒക്കെയാണ് നടക്കുന്നത്. അവരുടെ ഒരാളുടെ ജനനേന്ദ്രിയത്തെ 21 പ്രാവശ്യം സ്ട്രൈപ്പ് വെച്ച് അടിച്ചു എന്ന് പറയുന്നുണ്ട്. പ്ലെയർ ഉപയോഗിച്ചിട്ട് കൈനകത്തിലും കാൽനകത്തിലും പിടിച്ച് ഞെക്കുമ്പോൾ അതിക്രൂരമായ വേദന കൊണ്ട് നമ്മൾ പൊളയും. ആ രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ആലപ്പുഴക്കാരൻ്റെ പേഴ്സിൽ നിന്ന് 20,000 അയാൾ എന്തിനാണ് ആ പണമായിട്ട് വരുന്നത്? അപ്പോൾ ദുരുദ്ദേശം അയാൾക്കുണ്ട്. ആ പണത്തിൽ 1000 രൂപ ഒഴിച്ചിട്ട് 19,000 ഇവർ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. തിരുവല്ല DYSP നന്ദകുമാറാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ആൾ ആറന്മുള SI വിഷ്ണു ആണ് പരിക്കേറ്റയാളെ കണ്ടെത്തി അയാൾ
പോലീസിൽ പരാതിപ്പെട്ടതല്ല, വിവരങ്ങൾ അറിഞ്ഞ് അവിടെ ചെന്ന് അയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രീതി വൈകൃതത്തിൻ്റെ വിവരങ്ങൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോയിപ്പുറം കുറവൻകോഴി മലയിൽ വീട്ടിലെ ജയേഷിനെയും ഭാര്യ 30 വയസ്സുള്ള ജയേഷിൻ്റെ ഭാര്യ രശ്മിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഈ രീതിയിലുള്ള ജീവിത രീതി നയിക്കുന്ന പലരും കേരളത്തിലുണ്ട്. ഇയാളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചപ്പം ഇയാൾ നേരത്തെ കോയിപ്പുറത്ത് ഇയാളുടെ വീട്ടുകാരെല്ലാവരും അവരുടെ തലമുറകളായിട്ട് അവർ ചാത്തൻ സേവയും അതുപോലെ തന്നെ മറ്റ് രതിവൈകൃതങ്ങളായ ക്രിയകൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഇയാൾക്ക് ചില സിദ്ധികൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പലരും കരുതുന്നത്. പക്ഷേ ചുറ്റുമുള്ളവരുമായിട്ട് യാതൊരു സഹവാസവും ഇവർക്കാർക്കും ഇല്ല എന്നുള്ളതാണ്. അവരുമായിട്ട് ഒരടുപ്പവും ഇല്ല. കുട്ടികളെ അടുത്ത വീട്ടിൽ കളിക്കാൻ പോലും വിടില്ല. അവിടെ ഉള്ളവരുടെ അടുത്ത് പോലും ഇവർ രണ്ടുപേരും സംസാരിക്കത്തില്ല. വളരെ സെക്ലൂഡഡ് ആയിട്ട് ഒരു രണ്ട് മുറിയിലും ഈ കുടുംബം കഴിയുന്നത്. എന്തിനാണ് ഈ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന പല ആൾക്കാർക്കും ഇതുപോലെ അവർ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടാവും. ഈ രീതിയിൽ മർദ്ദനം അവർക്ക് ഏറ്റിട്ടുണ്ടാവും. നാണക്കേടും മാനക്കേടും ഓർത്തിട്ട് ആരും വെളിയിൽ പറയാതെ പോയി. ഇപ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർക്കും വളരെ ക്രൂരമായ മർദ്ദനമേറ്റ് അവശനിലയിൽ വീട്ടിൽ കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആണ് പോലീസ് അവിടേക്ക് പോയത്, അവരുടെ മൊഴി രേഖപ്പെടുത്തിയത്, കേസ് രജിസ്റ്റർ ചെയ്തതും. ഈ സംഭവം വളരെ വാർത്താ പ്രാധാന്യം കേരളത്തിലകത്തും പുറത്തുമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവിടുത്തെ SP പത്തനംതിട്ട SP തിരുവല്ല DYSP നന്ദകുമാറിനെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എത്ര പേര് ഇതിന് വിക്ടിമായിട്ടുണ്ട് എന്നുള്ള ഇനി അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഇതുപോലെയുള്ള കപ്പിളുകൾ പലരും ചെറുപ്പക്കാരെ ഇതുപോലെ ഹണി ട്രാപ്പിൽ വീഴ്ത്തി പണം ഉണ്ടാക്കുന്ന ഒരു മാർഗമായിട്ട് ആണ് ഈ രതി വൈകൃതങ്ങളൊക്കെ നടത്തുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ഈ 9-ാം തീയതി 1-ാം തീയതിയും 5-ാം തീയതിയും പീഡിപ്പിച്ചതിൽ ലഭിച്ച പണം ഉപയോഗിച്ചിട്ട് ഇവര് ഓണ സമയത്ത് വലിയ പർച്ചേസ് നടത്തുന്ന നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ഇത്രയും വരുമാനം എവിടുന്ന് ഇവർക്ക് കിട്ടി, ഇത്രയും പണം ചെലവാക്കാനുള്ള ഒരു അവസരം എങ്ങനെ വന്നു എന്നൊക്കെ നാട്ടുകാർ ചിന്തിച്ചു എന്നാണ്. അതുപോലെ ഷോപ്പിങ്ങും തുണിത്തരങ്ങളും ഒക്കെ കാരണം 20,000 രൂപ എടുത്ത് ആലപ്പുഴക്കാരനെ ഇത് സംഘടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ റാന്നിക്കാരനെ എത്ര രൂപ ലഭിച്ചെന്ന് അറിയത്തില്ല. അത് തന്നെയല്ല, ഇതുപോലെ ആരെങ്കിലും ഈ ടൈമിൽ തീർച്ചയായിട്ടും ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവും. അതാരാണെന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുമെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. രണ്ടുപേരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിക്കുന്ന ഇവരുടെ ക്രൂര വിനോദങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.